ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണോ വിശേഷങ്ങൾ? എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു ദിവസമാണ് അല്ലേ ഇന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഇന്ന് ഇതാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ HSA ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ സബ്ജക്റ്റിലും ഹൈസ്കൂൾ അസിസ്റ്റന്റ് HST നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഫിസിക്കൽ സയൻസ് HSA നോട്ടിഫിക്കേഷൻ ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രമാണ്, മാത്സ്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ്. HSA മാത്സിന് നമുക്ക് വേണ്ട ബിരുദവും അതുപോലെ തന്നെ B.Ed അതുപോലെ കേട്ടറ്റ് യോഗ്യത. കേട്ടറ്റ് അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാ ഫ്രണ്ട്സും ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. CTET, നെറ്റ്, സെറ്റ്, അതുപോലെ തന്നെ MPhil, PhD, M.Ed ഇത്രയുള്ളവർക്ക് പിന്നെ ടെറ്റ് വേണമെന്നുള്ള നിർബന്ധമില്ല. ബാക്കിയുള്ളവരെല്ലാം ടെറ്റ് പാസ്സാവണം. അതുപോലെ തന്നെ ഡിഗ്രിയും അതുപോലെ തന്നെ B.Edഉം ഇത് മസ്റ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 29 രാത്രി 12 മണി വരെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും 14 ജില്ലകളിലും HSA മാത്സ് വിളിച്ചിട്ടുണ്ട്. അത് സ്റ്റാറ്റിയിലായാലും മാത്സിലായാലുമുള്ള ബിരുദം പരിഗണിക്കുന്നതാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 59924 ആണ്. 599/2024 മാത്സ് HSA നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 600 ആണ്. 600/2024 HSA വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ. അത് ട്രാൻസ്ഫർ വഴിയുള്ളതാണ് കേട്ടോ, ബൈ ട്രാൻസ്ഫർ ആണ്, തസ്തിക മാറ്റം വഴിയുള്ള റിക്രൂട്ട്മെന്റിനാണ്. ദെൻ അതും സാധാരണ പോലെ തന്നെയാണ്. ബാക്കിയെല്ലാം പിന്നെ സർവീസിലിരിക്കുന്നവർ മാറുന്നവരുടെ കാര്യമാണ്. ആ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് കാറ്റഗറി നമ്പർ 601/2024 ആണ്. ഇത് ഹൈസ്കൂൾ ടീച്ചർ മലയാളമാണ് അല്ലേ. മലയാളം ടീച്ചേഴ്സിനുള്ള സന്തോഷ വാർത്തയാണ്. സാലറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. 41,300 to 87,000 എല്ലാ ജില്ലകളിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മൾ ബിരുദം വേണം, B.Ed വേണം, ടെറ്റ് വേണം. ടെറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, നെറ്റ്, സെറ്റ്, CTET, MPhil ഇങ്ങനത്തെ ഉള്ളവരെല്ലാവരും നമ്മളതിൽ എക്സ്ക്യൂസ് ആണ് അവർക്കൊക്കെ. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്, ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ദെൻ അതത് റിലാക്സേഷൻ കിട്ടുന്നവരുണ്ട്. ദെൻ ഇതിൻ്റെയും അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് തീയതി വരുന്നത് എന്ന് തന്നെയാണ്, ജനുവരി 29 തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 602/2024 ആണ്. HSA നാച്ചുറൽ സയൻസ്. HSA നാച്ചുറൽ സയൻസും ഇതുപോലെ തന്നെ വിളിച്ചു. അപ്പോൾ HSA മാത്സ് എന്ന് പറയുന്നത് 2020 ലാസ്റ്റ് വിളിച്ചത്, അതിനുശേഷം വന്നിട്ടുള്ളതാണ്. അതുപോലെ HSA നാച്ചുറൽ സയൻസ് അതും 2020 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. മലയാളം പിന്നെ 2021 കഴിഞ്ഞിട്ടുള്ളതാണ്, വിളിച്ചിട്ടുള്ളതാണ്. എല്ലാ ജില്ലകളിലും നാച്ചുറൽ സയൻസിൻ്റെയും ഒഴിവുകളുണ്ട്. എല്ലാ ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി, യോഗ്യത എല്ലാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മാത്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. ദെൻ ഇനി വരുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 603/2024 ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. പതിവ് പോലെ തന്നെയാണ്. ഡിഗ്രി വേണം, അതുപോലെ തന്നെ B.Ed വേണം, അതുപോലെ കേട്ടറ്റ് അല്ലെ. കേട്ടറ്റിന് കാറ്റഗറി 3, പക്ഷേ അതിനനുകൂലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ള സെറ്റ്, നെറ്റ് ഇത്യാദി പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഇളവുകൾ, കേട്ടറ്റിന് ഇളവുകൾ ലഭിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29 തന്നെയാണ്. HSA ഹിന്ദി അതുപോലെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇനി പറയാനുള്ള കാര്യം HSA ഫിസിക്കൽ സയൻസ് ആണ്. HSA ഫിസിക്കൽ സയൻസ് ആണ്. ഒരുപാട് കാലമായിട്ടില്ലേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ഇതിനേക്കാളൊക്കെ നീണ്ട കാത്തിരിപ്പാണ് HSA ഫിസിക്കൽ സയൻസിൻ്റെ ആളുകൾക്ക് പറയാനുള്ളത്, ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്. 2016 നടന്ന പരീക്ഷകൾക്ക് ശേഷം ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരുപാട് വൈകിയാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ഉള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്.
ഇനി HSC പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണ്ടോ, ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി വിധിയുടെ അന്തിമ വിധിന്യായത്തിന് വിധേയമായിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ, HSC ഫിസിക്കൽ സയൻസ് വിളിക്കാൻ വേണ്ടിയിട്ട് വൈകിയത് തന്നെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി മുഖ്യ വിഷയമായും അതോടൊപ്പം കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് സബ്സിഡറി ആയും പഠിച്ച് ബിരുദം നേടിയവരായിരിക്കണം. അതാണ് മസ്റ്റ്. അതായത് ഫിസിക്സ് മെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സബിൽ കെമിസ്ട്രി എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി മെയിൻ വിഷയമായിട്ട് എടുത്തവർക്ക് ഫിസിക്സ് സബ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് 6/6/2019 വരെ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും മുഖ്യ വിഷയമായോ ഉപവിഷയമായോ പഠിച്ച് ബിരുദം നേടിയവരെയും 6/6/2019 ഇതേ രീതിയിൽ പ്രസ്തുത കോഴ്സ് പഠിച്ചു വരുന്നവരെയും മേൽ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഫിസിക്സും കെമിസ്ട്രിയും സബ്സിഡറി ആയിട്ടുള്ള ജിയോളജി മെയിൻ ബിരുദവും B.Ed ഫിസിക്കൽ സയൻസ് യോഗ്യതയും നേടിയവർക്ക് ഈ തസ്തികക്ക് തുല്യമായി പരിഗണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതൊരു വിഷയമല്ല. ഫിസിക്സും കെമിസ്ട്രിയും ഉപവിഷയമായിട്ട് ജിയോളജി എടുത്ത് ഫിസിക്കൽ സയൻസിൽ HSA എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ B.Ed എടുത്തവർക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമാവുന്നില്ല. ഓക്കെ ആണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കാത്തിരുന്ന എല്ലാ വിഷയങ്ങളിലെയും HSA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇനിയുള്ള സമയം ആഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറക്കരുത്, എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 അപ്പൊ അതിന് മുൻപേ ആയിട്ട് തന്നെ എല്ലാവരും യോഗ്യത നേടിയിട്ടുള്ള എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കുക. ഇനി അങ്ങോട്ട് ചിട്ടയായ പരിശീലനം തുടങ്ങുക. ഇപ്പോൾ നമ്മുടെ സൈലത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ ഹിന്ദി ഒഴികെ ബാക്കി എല്ലാ വിഷയത്തിലും നമ്മുടെ കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിൽ ഓരോരുത്തരും ഓരോരോ ടോപ്പിക്കുകൾ എടുത്ത് മുൻ വർഷത്തെ ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് ചിട്ടയായ പരിശീലനത്തിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും എന്ത് ചെയ്യുക, ഈ ഒരു തസ്തികയിലേക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണല്ലേ, എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിയമനം എടുക്കുക, പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.